അമേരിക്കക്കാരിയായ ലൂസി തായ്പേയിൽ പഠിക്കുകയാണ്. അവളുടെ പുതിയ ബോയ്ഫ്രണ്ട് റിച്ചാർഡ് ലൂസിയെ നിർബന്ധിച്ച് ഒരു ബ്രീഫ് കേസ് സൗത്ത് കൊറിയയിലെ മയക്കുമരുന്ന് രാജാവായ മിസ്റ്റർ ജാങ്ങിന് കൈമാറാൻ ഏൽപ്പിക്കുന്നു. അതിൽ CPH-4 എന്ന വില കൂടിയ 4 പാക്കറ്റ് മയക്കുമരുന്നായിരുന്നു ഉണ്ടായിരുന്നത്. റിച്ചാർഡിനെ വെടിവെച്ചു കൊല്ലുന്നത് കണ്ട ലൂസിയെ ഗുണ്ടകൾ പിടികൂടുന്നു. യൂറോപ്പിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന ഒരു വാഹകയായി മാറാൻ അവർ ലൂസിയെ നിർബന്ധിക്കുന്നു. CPH-4ന്റെ ഒരു പാക്കറ്റ് ലൂസിയുടെ വയറ്റിൽ തുന്നിച്ചേർത്തു. എന്നാൽ വയറ്റിൽ ഒരടി കിട്ടിയപ്പോൾ ആ പാക്കറ്റ് പൊട്ടി മരുന്ന് മുഴുവൻ ലൂസിയുടെ ശരീരത്തിൽ കലർന്നു. ഇതുകാരണം ലൂസിക്ക് അതിമാനുഷിക ശക്തികൾ ലഭിക്കുന്നു. ടെലിപതി, മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവ്; ടെലികൈനസിസ്, വസ്തുക്കളെ മനസ്സുകൊണ്ട് ചലിപ്പിക്കാനുള്ള കഴിവ്; കഴിഞ്ഞ കാലത്തേക്ക് മനസ്സുകൊണ്ട് യാത്ര ചെയ്യാനുള്ള കഴിവ്; വേദന ഇല്ലാതാവുക, വികാരങ്ങൾ ഇല്ലാതാവുക എന്നിങ്ങനെയുള്ള കഴിവുകൾ അവൾക്ക് ലഭിച്ചു. ഈ പുതിയ ശക്തി ഉപയോഗിച്ച് അവൾ തന്നെ പിടികൂടിയവരെ കൊന്ന് രക്ഷപ്പെടുന്നു. മരുന്ന് പുറത്തെടുക്കാനായി ലൂസി അടുത്തുള്ള ആശുപത്രിയിൽ പോകുന്നു. ഗർഭിണികളായ സ്ത്രീകൾ 6ാമത്തെ ആഴ്ചയിൽ വളരെ കുറഞ്ഞ അളവിൽ CPH-4 ഉൽപ്പാദിപ്പിക്കാറുണ്ടെന്നും അത് കുട്ടികളുടെ വളർച്ചയ്ക്ക് ഊർജ്ജം നൽകാനാണെന്നും ഡോക്ടർ അവിടെ വെച്ച് ലൂസിയോട് പറയുന്നു. ശക്തികൾ വർദ്ധിച്ചതോടെ ലൂസി തിരിച്ച് മിസ്റ്റർ ജാങ്ങിന്റെ ഹോട്ടലിലെത്തുന്നു. അവിടെ വെച്ച് ഗുണ്ടകളെ കൊന്ന ശേഷം ജാങ്ങിനെ ആക്രമിക്കുകയും ബാക്കിയുള്ള 3 മയക്കുമരുന്ന് പാക്കറ്റുകൾ എവിടെയാണെന്ന് മനസ്സുകൊണ്ട് ചോർത്തിയെടുക്കുകയും ചെയ്യുന്നു. ലൂസി സാമുവൽ നോർമൻ എന്ന ശാസ്ത്രജ്ഞനെ ബന്ധപ്പെടുന്നു. തലച്ചോറിന്റെ ശേഷിയെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. ലൂസിയുടെ അവസ്ഥ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 24 മണിക്കൂറിനുള്ളിൽ താൻ മരിക്കുമെന്ന് ലൂസി നോർമനോട് പറയുന്നു. തനിക്ക് ലഭിച്ച അറിവുകൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അത് മറ്റുള്ളവർക്ക് കൈമാറാൻ നോർമൻ ഉപദേശിക്കുന്നു. ഇത് അംഗീകരിച്ച ലൂസി അദ്ദേഹത്തെ കാണാനായി പാരീസിലേക്ക് പറക്കുന്നു. പാരീസിലെ പോലീസ് ക്യാപ്റ്റനായ പിയറി ഡെൽ റിയോയെ ലൂസി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് വാഹകരെ കണ്ടെത്താൻ സഹായിക്കാൻ ആവശ്യപ്പെടുന്നു. വിമാനയാത്രയ്ക്കിടെ ലൂസി അല്പം ഷാംപെയിൻ കുടിച്ചപ്പോൾ മരുന്നും ആൽക്കഹോളും കലർന്ന് അവളുടെ കോശങ്ങൾ ദുർബലമാവുന്നു. ഇത് തടയാൻ അവൾ കൂടുതൽ CPH-4 കഴിക്കുന്നു. ഡെൽ റിയോയുടെ സഹായത്തോടെ ലൂസിക്ക് ബാക്കിയുള്ള മയക്കുമരുന്നുകൾ കണ്ടെത്താൻ സാധിച്ചു. നോർമനെയും സഹപ്രവർത്തകരെയും കണ്ടപ്പോൾ തനിക്കറിയാവുന്നതെല്ലാം അവരുമായി പങ്കുവയ്ക്കാൻ അവൾ സമ്മതിക്കുന്നു. പ്രൊഫസറുടെ ലാബിൽ വെച്ച് ലൂസി സമയത്തിന്റെയും ജീവിതത്തിന്റെയും സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. തുടർന്ന് ബാക്കിയുണ്ടായിരുന്ന 3 പാക്കറ്റ് CPH-4 ഒരുമിച്ച് അവളുടെ ഞരമ്പുകളിലേക്ക് കുത്തിവെക്കാൻ അവൾ ആവശ്യപ്പെടുന്നു. ലൂസിയുടെ തലച്ചോറിന്റെ ശേഷി 100% വർദ്ധിക്കാൻ തുടങ്ങി. അവളുടെ ശരീരം കറുത്ത ഒരു പദാർത്ഥമായി മാറുകയും അത് കമ്പ്യൂട്ടറുകളിലേക്കും ഇലക്ട്രോണിക് ഉപകരണങ്ങളിലേക്കും പടർന്ന് ഒരു സൂപ്പർ കമ്പ്യൂട്ടറായി രൂപാന്തരപ്പെടുകയും ചെയ്തു. അതേസമയം ലൂസി തന്റെ മനസ്സുകൊണ്ട് സമയത്തിലൂടെ ഒരു യാത്ര ആരംഭിക്കുന്നു. ഭൂതകാലത്തിലൂടെ സഞ്ചരിച്ച് മനുഷ്യന്റെ ഏറ്റവും പഴക്കം ചെന്ന പൂർവികനായ ലൂസി എന്ന ആദിമ മനുഷ്യന്റെ അടുത്തെത്തുന്നു. അവർ പരസ്പരം വിരൽത്തുമ്പുകൾ സ്പർശിച്ച ശേഷം ലൂസി സമയത്തിന്റെ ആരംഭത്തിലേക്ക്, ബിഗ് ബാങ് നടന്ന നിമിഷത്തിലേക്ക് യാത്ര ചെയ്യുന്നു. ഇതിനിടയിൽ ജാങ് ലാബിൽ കടന്നുവന്ന് തോക്ക് ലൂസിക്ക് നേരെ ചൂണ്ടുന്നു. ലൂസിയുടെ ശരീരം ആ സമയത്ത് വീണ്ടും രൂപം പ്രാപിച്ചിരുന്നു. അയാൾ അവളുടെ തലക്ക് നേരെ വെടിവെച്ചെങ്കിലും തലച്ചോറിന്റെ ശേഷി 100% ലൂസി അപ്രത്യക്ഷയായി സമയസ്ഥല തുടർച്ചയിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. അവളുടെ വസ്ത്രങ്ങളും കറുത്ത സൂപ്പർ കമ്പ്യൂട്ടറും മാത്രമാണ് അവിടെ അവശേഷിച്ചത്. ഡെൽ റിയോ ലാബിൽ കടന്ന് ജാങ്ങിനെ വെടിവെക്കുന്നു. സൂപ്പർ കമ്പ്യൂട്ടർ നൽകിയ ഒരു കറുത്ത ഫ്ലാഷ് ഡ്രൈവ് നോർമൻ സ്വീകരിക്കുന്നു. അതിനുശേഷം ആ സൂപ്പർ കമ്പ്യൂട്ടറും ഇല്ലാതാകുന്നു. ലൂസി എവിടെയാണെന്ന് ഡെൽ റിയോ ചോദിക്കുമ്പോൾ അയാളുടെ ഫോണിൽ "ഞാൻ എല്ലായിടത്തും ഉണ്ട്" എന്നൊരു സന്ദേശം വരുന്നു. തുടർന്ന് ലൂസിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു: "നമുക്ക് 1 ബില്യൺ വർഷം മുമ്പ് ലഭിച്ചതാണ് ജീവിതം. ഇനി നിങ്ങൾക്കറിയാം അതെന്തു ചെയ്യണമെന്ന്."